ഹലോ! ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആർട്ട് ജേർണലിംഗ് സ്പ്രെഡാണ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആർട്ട് ജേർണലിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ട് ജേർണലിംഗ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടി പറയാണ്. ആർട്ട് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് വേ ഓഫ് ജേർണലിംഗ് ആണ്. നമ്മുടെ ഐഡിയാസും ഇമോഷൻസും എല്ലാം ക്രിയേറ്റീവായിട്ടുള്ള വേയിൽ എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിക്കായിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ആർട്ട് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. പിക്ചേഴ്സൊക്കെ വരച്ച് പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെട്ടി ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പല രീതികളിൽ നമുക്ക് ചെയ്യാം. അതോടൊപ്പം നമുക്ക് റൈറ്റിങ്സ് യൂസ് ചെയ്യാം. മനസ്സിൽ വരുന്ന തോട്ട്സാണ് നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൻ്റെ രീതി എഴുത്ത് മാത്രമല്ല എന്നുള്ളതാണ് ആർട്ട് ജേർണലിങ്ങിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ജേർണലിംഗ് രീതിയാണ് ആർട്ട് ജേർണലിംഗ്. ആർട്ട് ജേർണലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ള ആളൊന്നും ആവണം എന്നില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നമുക്കതിനോടൊരു ഇഷ്ടം ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ആർട്ട് ജേർണലിംഗ് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങളെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ ഈ ആർട്ട് ജേർണലിംഗ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഡയറി എന്ന് പറയുന്നത് എൻ്റെ ഒരു പഴയ ഡയറിയാണ്. 2013 എന്തോ ഡയറിയാണ്. അത് എനിക്ക് അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും വീണ്ടും വായിക്കാനോ അല്ലെങ്കിൽ എനിക്കതിൻ്റെ ആ ഡയറി എൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന് എനിക്ക് ഇല്ല. എന്നാൽ എനിക്കത് കളയാനായിട്ടും താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് പേജസിലൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡയറി ഇങ്ങനെ ആർട്ട് ജേർണലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡയറി കളയേണ്ട ആവശ്യമില്ല. എന്നാൽ അത് മറ്റൊരു വിധത്തിൽ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. ആ ഡയറിയാണ് ഞാൻ ആർട്ട് ജേർണലിംഗ് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഇന്നും ആർട്ട് ജേർണലിംഗ് ചെയ്യുന്നത്. അതിൻ്റെ പേജിൽ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഹാൻഡ് മെയ്ഡ് പേപ്പർ വെട്ടി ഒട്ടിച്ചിട്ട് അതിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആർട്ട് ജേർണലിങ്ങിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ആർട്ട് ജേർണലിംഗ് നമ്മുടെ ഫീലിങ്സിനെ, ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സിനെ പോലും എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ മറക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരുപാട് ഇമോഷണലി നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. അതൊന്നും നമുക്ക് വേറൊരാളോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡയറിയിൽ തന്നെ അത് വേർഡ്സായിട്ട് എഴുതി വെക്കാനോ അത് വീണ്ടും വായിക്കാനോ ഒന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ആ ഇമോഷൻസിനെ ഒന്ന് ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വഴിയാണ് ആർട്ട് ജേർണലിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ഒരു പേജിലേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സ് എല്ലാം പിക്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ കോഡ്സായിട്ടോ ഒക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ പിന്നീടത് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷനെക്കുറിച്ചല്ല, നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി തരുന്ന സന്തോഷത്തെക്കുറിച്ചാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ട് ജേർണലിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ഇങ്ങനെ ഷെയർ ചെയ്യാനുള്ളൊരു മെത്തേഡാണെങ്കിലും അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡീപ്പസ്റ്റ് ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡ് തന്നെയാണ് ആർട്ട് ജേർണലിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഇത് നമുക്ക് മെൻ്റലി ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ വലിയൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ആർട്ട് ജേർണലിംഗ് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ചിന്തകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അതായത് സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാനും ആങ്സൈറ്റി പോലുള്ള ഇഷ്യൂസ് റെഡ്യൂസ് ചെയ്യാനും ആർട്ട് ജേർണലിംഗ് എന്ന് പറയുന്നത് നല്ലൊരു മെത്തേഡാണ് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ആർട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കോളജിയിൽ തന്നെ പല പല മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ട് ജേർണലിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നൊരു കാര്യം എന്നതിനേക്കാൾ ഉപരി നമുക്ക് സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ നല്ലൊരു രീതിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളുള്ളപ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ ഉള്ളപ്പോഴോ ഒക്കെ ആർട്ട് ജേർണലിംഗ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിന് വലിയൊരു ആശ്വാസമായിരിക്കും. നമ്മൾ ഈ ആ ഒരു ആർട്ട് ജേർണലിംഗ് പ്രോസസ്സ് നന്നായിട്ട് എൻജോയ് ചെയ്ത് അതിൽ മാത്രം മുഴുകി ചെയ്യുമ്പോൾ അതിന് മുന്നേ നമ്മൾ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും മറന്നു പോവുകയും ഈ ഒരു കുറച്ച് നേരം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ടെൻഷനൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മെൻ്റലി നമ്മളെ ഒന്ന് ഹെൽത്തി ആക്കുന്ന ഒരു കാര്യമാണ് ആർട്ട് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ആ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുമ്പോൾ വെറുതെയെങ്കിലും ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു പഴയ ബുക്ക് എടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചൊരു മുൻവിധികളും ഇല്ലാതെ പ്രത്യേകിച്ച് ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ അതിൽ മാത്രം മുഴുകിക്കൊണ്ട് ആ പ്രോസസ്സ് എൻജോയ് ചെയ്തുകൊണ്ട് ഒന്ന് ആർട്ട് ജേർണലിംഗ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന വലിയൊരു മാറ്റം തരും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഇറ്റ് ആക്ട്സ് ആസ് എ ഫോം ഓഫ് സെൽഫ് കെയർ എന്നുള്ളതാണ്.
അതായത് നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാനുള്ള ഒരു നല്ല രീതിയാണ് ആർട്ട് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കണം എന്ന് തോന്നുമ്പോൾ ആർട്ട് ജേർണലിംഗ് ട്രൈ ചെയ്യാവുന്നതാണ്. സെൽഫ് കെയർ അല്ലെങ്കിൽ മീ ടൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്നത് ഫിസിക്കലി നമ്മൾ കൊടുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഫിസിക്കലി നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന കെയറോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം എൻജോയ് ചെയ്തൊരു യാത്ര പോകുന്നതോ ഒക്കെയാണ്. പക്ഷേ അതുമാത്രമല്ല, ചില സമയങ്ങളിലെങ്കിലും നമ്മളെ മെൻ്റലി റിഫ്രഷ്ഡ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതും സെൽഫ് കെയറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ അതിൽ മുഴുകി അത് മാത്രം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്, നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം ഉണ്ട്. ആ സന്തോഷമാണ് നമുക്ക് കൊടുക്കുന്ന കെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മൾക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാനായിട്ട് ഒരു സെൽഫ് കെയർ മെത്തേഡായിട്ട് ആർട്ട് ജേർണലിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഇറ്റ് ബൂസ്റ്റ് യുവർ ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. നമ്മുടെ ക്രിയേറ്റീവ് മെമ്മറിയെയും നമ്മുടെ ക്രിയേറ്റീവ് ടാലൻസിനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആർട്ട് ജേർണലിംഗ് മെത്തേഡ്സ് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ആർട്ട് ജേർണലിംഗ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ റിസൾട്ടിനെ പറ്റിയൊന്നും നമ്മൾ കോൺഷ്യസ് ആവാറില്ല. നമ്മൾ എന്താണോ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അത് മാത്രമാണ് ചെയ്യുന്നത്. വേറൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന് ആകുലപ്പെടാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റിയുടെ പ്രഷർ അവിടെ ഉണ്ടാവുന്നില്ല, എന്നാൽ അതിൻ്റെ എൻജോയ്മെൻറ്റ് ഉണ്ടാവുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റീവ് മെമ്മറിയെയും ക്രിയേറ്റീവ് ബ്രെയിനിനെയും ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലൊരു രീതിയാണ് ആർട്ട് ജേർണലിങ്. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ആർട്ട് ജേർണൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകാൻ കഴിയുന്നൊരു കാര്യമാണ്. അതായത് ഇറ്റ് ഗിവ്സ് യു ആർട്ടിസ്റ്റിക് ഫ്രീഡം എന്നുള്ളത്. അതായത് നമ്മളിപ്പോഴേ പറഞ്ഞു, ക്രിയേറ്റീവ് ആക്കി മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ആർട്ട് ജേർണൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആർട്ട് ജേർണലിൽ യൂസ് ചെയ്യാം. അത് എന്ത് മീഡിയം ആയിരുന്നാലും ശരി, നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത മീഡിയംസ് നമുക്ക് യൂസ് ചെയ്യാം. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ ആർട്ട് ജേർണൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ നമ്മൾ വരക്കുന്ന രീതി ആയിരുന്നാലും, ഇപ്പോൾ നന്നായിട്ട് വരക്കാനൊക്കെ അറിയുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഇടയ്ക്ക് നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്താൽ ശരിയാവുമോ, ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് വരുമോ എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർട്ട് ജേർണൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പുതിയ മീഡിയംസ്, പുതിയ കളർ കോമ്പിനേഷൻസ്, പുതിയ തരത്തിലുള്ള ചിത്രങ്ങൾ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ആർട്ട് ജേർണൽ ഒരു എക്സ്പെരിമെൻ്റൽ സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ആർട്ട് ജേർണൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് ആ പേജ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ജെൽ പെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രഷ് പെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ് പേസ്റ്റൽ പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു പീസ് വെട്ടിയെടുത്തിട്ട് അതും ആർട്ട് ജേർണലിൽ വേറൊരു പിക്ചർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് മീഡിയംസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് തീരുമാനിക്കാവുന്നതാണ്. ഇങ്ങനെയേ ചെയ്യാവുള്ളൂ എന്ന് പറയുന്ന റൂൾസൊന്നുമില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ അപ്പോഴത്തെ മൂഡിനനുസരിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ, നമുക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ നമ്മൾ ഓരോ മീഡിയംസായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ജേർണലിംഗ് സ്പ്രെഡ് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതോടൊപ്പം നമ്മുടെ മനസ്സിലെ ഇമോഷൻസ് കൂടി ആ ഒരു പേജിലേക്ക് നമ്മൾ പവർ ചെയ്യുന്നുണ്ട്. ഇനി ആർട്ടിസ്റ്റായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റീവ് ബ്ലോക്ക് ഇല്ലാതെയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ റെഗുലർലി നമ്മൾ ആർട്ടുമായിട്ട് കണക്ഷനുള്ള, ദിവസവും നമ്മൾ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആർട്ടിസ്റ്റിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് നമുക്ക് ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അതായത് എന്ത് ചെയ്യണം, എന്ത് വരയ്ക്കണം എന്നൊക്കെ രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് തുടങ്ങി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ. അപ്പോൾ അത്തരം ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ആർട്ട് ജേർണൽ എടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം വെറുതെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാതെ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ പഴയ ഒരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കണം എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനൊക്കെ മാറി അതുമായിട്ട് കണക്റ്റഡായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് വരച്ച് ആ ഒരു
ആർട്ട് ജേർണലിംഗ് സ്പ്രെഡ് ഫില്ല് ചെയ്യുന്ന തിരക്കിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് ബൂസ്റ്റിംഗ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ആർട്ട് ബ്ലോക്ക് മാറിക്കിട്ടാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഐഡിയ തന്നെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുകയും അത് നമുക്ക് നമ്മുടെ ഒരു ക്യാൻവാസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ശരിക്കും ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ഡിപ്രഷൻ എന്നുള്ളതാണ്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ഡിപ്രഷനെ കുറിച്ചല്ല പറയുന്നത്. മൈൽഡ് ഡിപ്രഷൻസൊക്കെ സഫർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചു കൊണ്ടുവരുവാനും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും ആർട്ട് ജേർണലിംഗ് തീർച്ചയായിട്ടും സഹായിക്കും. ഡിപ്രഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നെഗറ്റീവ് തോട്ട്സിൽ മുഴുകിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ലൈഫിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോകുന്നതിന് പകരം അവരെപ്പോഴും നെഗറ്റീവായിട്ടുള്ള അവരുടെ പാസ്റ്റിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ചിന്തകളെ ആ പാസ്റ്റിൽ നിന്ന് മാറ്റി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനും അതിൽ മാത്രം മുഴുകി, അതായത് നമ്മൾ ആർട്ട് ജേർണലിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ മാത്രം മുഴുകി നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ പ്രസൻറ്റിലേക്ക് വരികയും നമ്മൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റി ആ ഒരു നമ്മുടെ എപ്പോഴും അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയുകയും ചെയ്യും. അപ്പോൾ ആ ഡിപ്രഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് നമ്മുടെ ചിന്തകളെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരാനും നമ്മൾ കുറച്ചുകൂടി പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നവരായിട്ട് മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡിപ്രഷൻ്റെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ലോ സെൽഫ് വർത്ത് എന്നുള്ളത്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു വില വളരെ കുറവായിട്ടായിരിക്കും ഡിപ്രഷനുള്ള സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്ക് അവരെക്കുറിച്ച് തന്നെയുള്ളൊരു മതിപ്പ് കൂടാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതായത് നമ്മൾക്ക് ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ഫീലിംഗ്, അതായത് ഒരു ഗുഡ് ഫീലിംഗ് കൂടാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇനി ഏറ്റവും അവസാനത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഡിറ്റേറ്റീവ് എന്നുള്ളതാണ്. മെഡിറ്റേഷൻ്റെ എല്ലാ പോസിറ്റീവ് സൈഡ്സും ആർട്ട് ജേർണലിങ്ങിനും ഉണ്ട്. അതായത് മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ ഫോക്കസ് എൻഹാൻസ് ചെയ്യാനും അതുപോലെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും പ്രസൻറ്റിൽ ജീവിക്കുന്നവരാകാനും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ആർട്ട് ജേർണലിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡിനെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന മൊമെൻറ്റിൽ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആർട്ട് ജേർണലിംഗ്. നമ്മുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ്ഡ് ആക്കാൻ സഹായിക്കുന്ന, നമ്മളെ പോസിറ്റീവ് ആക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആർട്ട് ജേർണലിംഗ്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും മെഡിറ്റേറ്റീവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആർട്ട് ജേർണലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ആർട്ട് ജേർണലിംഗ് സ്പ്രെഡും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ചില കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആർട്ട് ജേർണലിംഗ് സ്പ്രെഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ നമ്മൾ വാങ്ങിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിൽ കഴിവതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. 2-3 സ്റ്റിക്കേഴ്സ് അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കാര്യവുമില്ല. എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അഥവാ DIY ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ വാട്ടർ കളർ വെച്ചിട്ടാണ്. അതിൽ ഇഷ്ടമുള്ള പല പല കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലീഡ് ചെയ്ത് വരുമ്പോൾ ആ പേപ്പറിൽ ഹാൻഡ് മെയ്ഡ് പേപ്പർ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അത് സ്പ്രെഡാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്പ്രെഡായി വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഇഫക്റ്റ് അതിന് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിൽ കളർ ചെയ്തിട്ടുള്ള പേപ്പേഴ്സും ബ്രൗൺ പേപ്പേഴ്സും ന്യൂസ് പേപ്പർ കട്ടിങ്ങും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പഴയൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ജെൽപെൻ ഉപയോഗിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് വീണ്ടും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൂഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ പേജ് ഒന്ന് ബിസി ആയി കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയിട്ട് ഇരിക്കുന്ന പേജാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പ്ലെയിൻ ആയിട്ടുള്ള പേജസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് വെറുതെ വിട്ടാൽ മതി. കൂടുതൽ നമ്മളതിൽ ജെൽ പെൻസ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ആ ബട്ടർഫ്ലൈസ് പഴയ ഒരു കലണ്ടറിൽ നിന്നും വെട്ടിയെടുത്തിട്ടുള്ളതാണ്. അത് ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലോ ഫ്ലവറിൻ്റെ ഷേപ്പിലോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ ഇഷ്ടമുള്ള പല കളറിലുള്ള പേജുകളിൽ നിന്ന് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. പിന്നെ ഉള്ളത് ആ ബുദ്ധ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ഒട്ടിച്ചിരിക്കുന്നതും ആ പെയിൻറ്റിങ്ങിൽ നിന്ന് തന്നെ ബുദ്ധൻ്റെ ഹെഡിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ്. പിന്നെ റൈറ്റിങ്സ് എഴുതാനായിട്ട് കളർ ചെയ്ത പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൽ എഴുതാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സിൽവർ കളറിലുള്ള ബ്രഷ് പെന്നാണ്.
അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ആർട്ട് ജേർണലിംഗ് സ്പ്രെഡ്. ഇത്രയൊക്കെയാണ് ആർട്ട് ജേർണലിംഗ് സ്പ്രെഡിനെ കുറിച്ചും പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.